നമസ്കാരം. കോവിഡ് അഥവാ കൊറോണ അത് വളരെ ദാരുണമായിട്ടുള്ള അവസ്ഥയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. കൊറോണ വൈറസ് ഡിസീസ് അതാണ് കോവിഡ്. പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്, വർഷം ഒന്ന് കഴിഞ്ഞിട്ടും ആർക്കും പിടികൊടുക്കാത്ത രീതിയിൽ ഈ അതിസൂക്ഷ്മ പ്രതിഭാസം ലോകത്തെ മുഴുവൻ ഗ്രസിച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ ഭൂഗോളത്തിൻ്റെ മേലെ ഇത് പറന്ന് നടക്കുകയാണ്. ഈ സൂക്ഷ്മതരമായിട്ടുള്ള പ്രതിഭാസം ഭൂഗോളത്തിൻ്റെ മേലെയും താഴെയും ഇരുവശങ്ങളിലും ഉള്ള എല്ലാ രാജ്യങ്ങളെയും അത് ബാധിച്ചിട്ടുണ്ട്. ഇനിയും കോവിഡില്ലാത്തൊരു കാലം, കോവിഡില്ലാത്തൊരു ലോകം സ്വപ്നം കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊരു അവസരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം വാക്സിൻ കണ്ടുപിടിച്ചിട്ടും അതും വിചാരിച്ച പോലെയൊന്നും ഗുണം ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ കാണുന്നത്. ഇതിൻ്റെ തുടക്കത്തിൽ ചൈനയിൽ വുഹാനിൽ ഒരു ചെറിയ പ്രശ്നമായിട്ടത് ഉയർന്നു വന്ന സമയത്ത് അത് ലോകത്തെ ഭരിക്കുന്ന ഒരു മാരക പ്രശ്നമായിട്ട് മാറുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. ഇന്നിപ്പോൾ ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ഭരണാധികാരികളല്ല. കൊറോണ പറയുന്ന പോലെ ഇവിടെ ഭരിക്കാൻ കഴിയുള്ളൂ. ആ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. കൊറോണയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള യാതൊരു കാര്യവും ഇവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. പറന്നു വീഴുന്ന കുട്ടി മുതൽ കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന ആൾക്കാർ വരെ ഇന്ന് കൊറോണയെ ഭയപ്പെടുന്നു. അവരെല്ലാം കൊറോണ ഭയപ്പെടുത്തുന്നു. ഇതിൻ്റെ തുടക്കത്തിൽ ചൈനയിൽ നിന്ന് ഇറ്റലിയിലേക്ക്, ഇറ്റലിയിൽ നിന്ന് ഫ്രാൻസിലേക്കും, ഫ്രാൻസിൽ നിന്ന് സ്പെയിനിലേക്കും, അവിടെ നിന്ന് ഇംഗ്ലണ്ടിലേക്കും, അപ്പുറത്ത് അമേരിക്കയിലേക്കും ഇതിനെ പറന്ന് കളിക്കാൻ തുടങ്ങിയ സമയത്ത് വലിയ രൂപത്തിൽ നമ്മൾ ഭയപ്പെട്ടതാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ നമ്മൾ ഭയപ്പെട്ടു. ലോക്ക്ഡൗൺ വന്നു, സിമ്പിൾ ലോക്ക്ഡൗൺ വന്നു, ഡബിൾ ലോക്ക്ഡൗൺ വന്നു, ട്രിപ്പിൾ ലോക്ക്ഡൗൺ വന്നു, കർഫ്യൂ വന്നു. രാത്രി നമ്മൾ പാട്ടക്കൊട്ടി ശബ്ദമുണ്ടാക്കി, വിളക്ക് കത്തിച്ച് കാണിച്ചു. എല്ലാവരുടെ ഉള്ളിൽ ഭയമായിരുന്നു. അതുകൊണ്ട് എല്ലാവരും അടങ്ങി ഒതുങ്ങി. വഴികളിൽ വാഹനങ്ങളില്ല, സ്കൂളുകളില്ല, കടകളില്ല, സിനിമാ തിയേറ്ററുകളില്ല, സ്വർണ്ണക്കടകളില്ല, ഹോട്ടലുകളില്ല. ജനങ്ങൾ മുഴുവൻ അവരുടെ വീടുകളിലേക്ക് ഒതുങ്ങാൻ തുടങ്ങി. മരണഭയമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അങ്ങനെ വലിയ രൂപത്തിലുള്ള സാമൂഹ്യ അകലം പാലിക്കാൻ എല്ലാവരും നിർബന്ധിതരായി. അതോടെ കൊറോണ ഇടക്കാലത്ത് വെച്ച് കുറച്ച് വിട്ടൊഴിഞ്ഞ് പോയ പോലെ, ശമിച്ചതുപോലെ, അഥവാ ശമിക്കാൻ പോകുന്നത് പോലെ അങ്ങനെ തോന്നി തുടങ്ങി. ഈ തോന്നൽ വന്നതോട് കൂടിയിട്ട് പലപ്പോഴും സർക്കാരുകൾ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് സ്വർണ്ണക്കടകൾ തുറക്കാം, സിനിമാ തിയേറ്റർ ഭാഗികമായി തുറക്കാം, വിവാഹവും മരണ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ 10 പേരെന്നുള്ളത് 20 പേരാക്കാം, 20 എന്നുള്ളത് 50 പേരാക്കാം. ഇങ്ങനെ അവരുടെ കൺട്രോൾ, റെസ്ട്രിക്ഷൻസ് ചെറിയ രൂപത്തിൽ കുറയാൻ തുടങ്ങി. ഒരു പരിധി വരെ ജനജീവിതം സാധാരണഗതിയിലേക്ക് എന്നുള്ളൊരവസ്ഥയിലേക്ക് വരാൻ തുടങ്ങി. ഉടൻ തന്നെ ഈ പറയുന്ന കൊറോണ വൈറസിൻ്റെ ആക്രമണം വീണ്ടും തുടങ്ങി. ഈ ലോകത്തിൽ ഒരു രാജ്യത്തെയും അനങ്ങാൻ വിടുന്നില്ല, ലോകത്തെ അനങ്ങാൻ വിടുന്നില്ല. അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരിക എന്നുള്ളത് അത്രയും അത്യാവശ്യമായ സമയത്ത് അതിൽ വ്യക്തമായിട്ടുള്ള അനുവാദങ്ങൾ വാങ്ങിയിട്ട്
പണ്ടെങ്ങനെയായിരുന്നു, നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ ടിക്കറ്റ് എടുക്കുക വരിക അത്രമാത്രം, ഇവിടുന്ന് പോകണമെങ്കിൽ ടിക്കറ്റ് എടുക്കുക അങ്ങോട്ട് പോവുക അത്രമാത്രം വിസയുള്ളവർക്ക്. ഇന്ന് അവിടുന്ന് കയറുന്ന സമയത്ത് മുഖംമൂടി വെക്കണം, ഫ്ലൈറ്റിൽ കയറിയാൽ മുഖംമൂടി വെക്കണം, ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ടെസ്റ്റ് വേറെ, എയർപോർട്ടിലെ ടെസ്റ്റ് വേറെ, ക്വാറന്റൈൻ, തിരിച്ചു പോകുമ്പോൾ ഇതേപോലെ തന്നെയുള്ള അവസ്ഥ. വലിയ രൂപത്തിലുള്ള പീഡനങ്ങളാണ് കൊറോണ നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. യൂഷ്വലായിട്ടുള്ള ഫ്ലൈറ്റുകളില്ല, ചാർട്ടർ ചെയ്ത ഫ്ലൈറ്റുകൾ നിറഞ്ഞാൽ അത് മാത്രം പുറപ്പെടും. ഓടിക്കടി ചെന്നിട്ട് എനിക്ക് 31-ാം തീയതി ടിക്കറ്റ് തരുമെന്ന് പറഞ്ഞാൽ അത് കിട്ടില്ല. ഉല്ലാസയാത്രകൾ പരിപൂർണമായിട്ട് മുടങ്ങിക്കഴിഞ്ഞു. ടൂറിസം എന്ന് പറയുന്നൊരു വകുപ്പ് ഇനി രാജ്യങ്ങളിൽ എവിടെയും വേണ്ട എന്നായിട്ടുണ്ട്. ടൂറിസം മന്ത്രിയും വേണ്ട, ടൂറിസവും വേണ്ട. ടൂറിസം ഇല്ല, ടൂറിസം അനുവദിക്കുന്നില്ല. അടിയന്തര ഘട്ടങ്ങളിൽ മരണസംബന്ധിയായിട്ടുള്ള കാര്യങ്ങളിൽ എവിടെയും അവരും ഇവരും ഭാര്യയും ഭർത്താവും അവിടെ ഇവിടെ പെട്ടുപോയിട്ട് അതിനുവേണ്ടി മാത്രം സ്പെഷ്യൽ അനുവാദം വാങ്ങിച്ചിട്ട് യാത്ര ചെയ്യാൻ അതുവരെ ബുദ്ധിമുട്ട്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഹോങ്കോങ്ങിലേക്ക് പോവാണ്, എന്തിനാ, വിസിറ്റിങ്ങിന്, ടൂറ് പോവാണെന്ന് പറഞ്ഞാൽ നടക്കില്ല. ആ കാലഘട്ടം കഴിഞ്ഞു. ഇന്നിപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഒരു ഒക്ടോബർ 15-ാം തീയതി കഴിഞ്ഞാൽ, നവംബർ എന്ന് വയ്ക്കാം, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 15-ാം തീയതി വരെ തലങ്ങും ബലങ്ങും വിദേശികളായിരിക്കും, പ്രത്യേകിച്ച് യൂറോപ്യൻസ്. ആയതുകൊണ്ട് തന്നെ അവരാണ് ഇവിടെയുള്ള കൊച്ചു കൊച്ചു ഐസ്ക്രീം ശാലകൾ അവരേക്കും ഫീഡ് ചെയ്യുന്നത് അവരാണ്. കഴിഞ്ഞ തവണയും ഈ തവണയും ഒരു കുഞ്ഞു കുട്ടി പോലും വന്നിട്ടില്ല. വിദേശികളില്ല. വിദേശികളെ മനസ്സിലോർത്തുകൊണ്ട് എല്ലാ വീടിൻ്റെയും മേലെ കടം വാങ്ങിച്ചും അങ്ങനെയും വീട് കെട്ടിയുണ്ടാക്കിയിരിക്കുകയാണ്. താഴെയുള്ള വീട്ടിൽ കട്ടിലൊന്നും ഉണ്ടാവില്ല, പായ വെച്ച് കിടന്നുറങ്ങുക. മേലെ വാടകയ്ക്ക് കൊടുക്കാനുള്ള വീട്ടിൽ AC ഉണ്ടായിരിക്കും, ഫ്രിഡ്ജ് ഉണ്ടായിരിക്കും, കട്ടിലുണ്ടായിരിക്കും, എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. ഒരു 1 റൂം കിച്ചൻ്റെ വാടക 9,000-10,000 രൂപ സീസണിലാണ്. 4 മാസം അല്ലെങ്കിൽ 5 മാസം ആകുമ്പോൾ 50,000 രൂപ. അതവരുടെ അതിജീവന പദ്ധതിയുടെ ഒരു ഭാഗമായിരുന്നു. ഇന്നിപ്പോൾ എവിടെ നോക്കിയാലും കാണാം ഹൗസ് ഫോർ റെൻറ്റ്, റെൻറ്റിന് കൊടുക്കാൻ തയ്യാറെന്ന് പറഞ്ഞിട്ടുള്ള ബോർഡുകൾ എല്ലായിടത്തും കാണാം. ബോർഡെടുത്ത് മാറ്റിയിട്ടില്ല. കാരണം എന്താ, ആള് വന്നിട്ടില്ല, ആരുമില്ല. സിറ്റികളേക്കാൾ കുറച്ചും കൂടിയും കോവിഡ് വന്നിട്ടും പ്രശ്നമില്ലാത്ത സ്ഥലങ്ങൾ ഇപ്പോൾ ഗ്രാമങ്ങളാണ്. ഗ്രാമങ്ങളെക്കാൾ കൂടുതൽ പ്രശ്നം സങ്കടം സഹിക്കുന്നത് ഇപ്പോൾ നഗരത്തിലുള്ളവരാണ്. കാരണം നഗരം വളരെ കൺജസ്റ്റഡ് ആണ്. സാമൂഹിക അകലം അവിടെ അത്ര പ്രാക്ടിക്കലല്ല ഗ്രാമങ്ങളുടെ പോലെ. മാത്രമല്ല അവിടുത്തെ കാലാവസ്ഥ, കൂടിച്ചേർന്നുള്ള വാഴ്വ്, ബോംബെയിലെ ധാരാവിയെ പോലെ അവിടെ ഈ കോവിഡ് വന്ന് കയറിയാൽ ആറ്റം ബോംബ് പൊട്ടുന്ന പോലെയായിരിക്കും. ഇപ്പോൾ വീണ്ടും കോവിഡ് വന്ന സമയത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദാരുണമായിട്ടുള്ള അവസ്ഥ സഹിക്കുന്ന, ഏറ്റവും സങ്കടം സഹിക്കുന്ന ബോംബെയിലുള്ള ആൾക്കാരാണ്. കാരണം നമ്മൾ ബോംബെയിലുള്ള താഴെ നമ്മൾ കാറിൽ പോകുന്ന സമയത്ത് പോലെയല്ല ബോംബെ. രാജപാതയിലൂടെ പോകുമ്പോൾ ഇപ്പുറത്തും നല്ല നല്ല ബിൽഡിങ്ങൾ, സൗധങ്ങൾ. പക്ഷെ നമ്മൾ ആകാശത്തൂടെ പോകുന്ന സമയത്ത് ഈ രാജപാതയുടെ തൊട്ടടുത്തുള്ള കുറെ നല്ല വീടുകൾ കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ ചേരികളാണ്. അവിടെ ചതുപ്പാണ് വാസ്തവത്തിൽ ബോംബെ. പണ്ട് രാജകുമാരിക്കോ മറ്റോ സ്ത്രീധനം കിട്ടിയതാണ്, ഫ്രഞ്ച് രാജകുമാരിക്കോ മറ്റോ. ഒരു ചതുപ്പ് നിലമാണത് ബോംബെ. ആയതുകൊണ്ട് തന്നെ ഇത്തരം പകർച്ചവ്യാധികൾ ഏറ്റവും കൂടുതൽ ഉശിര് കാണിക്കുന്ന ഇത്തരം സിറ്റികളിലായിരിക്കും. ഗ്രാമങ്ങളിൽ ഇപ്പോഴും അത്ര വലിയ പ്രശ്നങ്ങളില്ല. മറ്റൊരു പ്രശ്നം, സിറ്റികളെ ചൈതന്യവത്താക്കിയിരുന്നത് ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ഗ്രാമങ്ങളിൽ രാത്രിയും ആൾക്കാരുണ്ടാവും. സിറ്റിയിൽ പോയാൽ രാത്രി ഒരു 10 മണി കഴിഞ്ഞ ഒറ്റ കുട്ടിയെ കാണില്ല അവിടെ. സിറ്റികളാരും താമസിക്കുന്നില്ല. അവിടെ കടകളല്ലേ, കടകളും വ്യവസായശാലകളും മറ്റുള്ള കാര്യങ്ങളാണുള്ളൂ. കുറച്ച് താമസക്കാർ മാത്രമേ ഉള്ളൂ. ഗ്രാമങ്ങളിൽ മുഴുവൻ താമസക്കാരാണ്. ആയതുകൊണ്ട് തന്നെ സിറ്റികൾ പണ്ട് രാത്രി സിറ്റികൾ എങ്ങനെ കിടന്നിരുന്നുവോ അതുപോലെയാണ് ലോക്ക്ഡൗൺ വരുമ്പോൾ പകൽ സിറ്റികൾ കിടക്കുന്നത്. അപ്പോഴും ഗ്രാമത്തിന് അത് പ്രശ്നമല്ല.
ഏതായാലും രണ്ടാം തവണ കോവിഡ് വന്നിരിക്കുകയാണ്, കൊറോണ വന്നിരിക്കുകയാണ് ഇന്ത്യയിൽ. ഇന്നത്തെ കണക്ക് 2.25 ലക്ഷം പേരാണ് ഒരു ദിവസം ഇവിടെ രോഗികളായിട്ട് വരുന്നത്. 10 പേര് 15 പേരുള്ള സമയത്ത് നമ്മൾ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്, ഭയചകിതനായിട്ട് മാറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ 2.25 ലക്ഷം പേരാണ് ഒരു ദിവസം ഇവിടെ വരുന്നത്. കേരളത്തിൽ 10,500ഓളം പേര് ഒരു ദിവസം. അത് ഇനിയും ഉയരാനാണ് സാധ്യത. കാരണം അവിടെ ടെസ്റ്റ് കൂടുതൽ വിപുലമായിട്ട് നടക്കുകയാണ്. ആയതുകൊണ്ട് 10,000 എന്നുള്ളത് ഒട്ടും താമസിയാതെ 15,000, 20,000, 30,000 പേരുമായിട്ട് ഉയരും. അതുപോലെ തന്നെ മരണസംഖ്യയും ദിവസവും കേരളത്തിൽ 50-60 ആൾക്കാർ ഇതിൻ്റെ പേരിൽ മരിക്കുന്നുണ്ട്. അത് അറിവ് കിട്ടിയ കാര്യം, അറിയാത്ത കാര്യങ്ങൾ വേറെ. പലരും ഈ രോഗം വരുന്ന സമയത്ത് എന്താ നിന്റെ അച്ഛന് പറ്റിയത്, അയാളെ പുറത്തേക്ക് കാണാറില്ലല്ലോ, അച്ഛനോടെ പനിയും തലവേദനയും ചുമയായിട്ട് കിടക്കുക, നെഞ്ചുവേദനയായിട്ട് കിടക്കുക. ചിലപ്പോൾ അത് മാറും, ചിലപ്പോൾ മാറില്ല. കോവിഡാണ്, അതാരും അറിയുന്നില്ല. പിറ്റേ ദിവസം മകൻ ആരംഭിച്ചു. എന്തിനേറെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ശ്രീമാൻ പിണറായി വിജയൻ, സഖാവ് പിണറായി വിജയൻ്റെ വീട്ടിൽ പോലും ഒരാൾക്ക് വന്നു, മറ്റാൾക്ക് വന്നു. എത്രയോ സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ നീക്കാൻ കഴിവുള്ള ആൾക്കാരാണ് അവർ. അവിടെ പോലും ഈ പകർച്ച അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരുടെ ഈ പകർച്ച, ഈ രോഗത്തിൻ്റെ പകർച്ച തടയാൻ എങ്ങനെയാണ് കഴിയുക അറിയില്ല. ഉത്തരേന്ത്യയിൽ UP-യിലൊക്കെ അവിടെ കുംഭമേള നടന്നു. നിരഞ്ജനി വിഭാഗത്തിൽപ്പെട്ട് ഞങ്ങളൊക്കെ ആ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അതിൻ്റെ അഖാഡയിലുള്ള മുഖ്യനായിട്ടുള്ള ഗുരു അദ്ദേഹം കിടക്കല. പല അഖാഡകളുടെയും മേധാവികൾ കിടക്കല. അവർക്ക് ഇതിൽ ഇറങ്ങി വരാതിരിക്കാൻ പറ്റില്ല. നടക്കുകയാണെങ്കിൽ ഇറങ്ങി വരണമല്ലോ. കുംഭമേള നടക്കുകയാണെങ്കിൽ അവർക്ക് ഇറങ്ങി വരണമല്ലോ. ഇറങ്ങി വന്നു, അവർ കോവിഡ് കൊണ്ടുപോയി. ഒറ്റ ദിവസം തന്നെ കുംഭമേളയിൽ നിന്ന് കണക്ക് പ്രകാരം, ഗവൺമെൻറ് കണക്ക് പ്രകാരം 60-70 പേരാണ് രോഗികളായത് ആദ്യത്തെ ദിവസം. പിന്നീടുള്ള കണക്കുകളൊന്നും പുറത്ത് വന്നിട്ടില്ല. UP-യിലൊക്കെ ആശുപത്രികളിൽ സ്ഥലമില്ല. നമ്മൾ കണ്ട ചിത്രങ്ങളാണ്. ആശുപത്രിയിലെ കിടക്കയിൽ ഒരാളല്ല, 2 ആളല്ല, 3 ആൾ വരെ കിടക്കുന്നു. അത് സ്ത്രീകളെയും പുരുഷന്മാരെയും. സ്ത്രീകൾക്ക് വേറെ, പുരുഷന്മാർക്ക് വേറെ വാട്ടൊന്നുമില്ല. നമ്മുടെ അമ്മയാണെങ്കിലും നമ്മുടെ പെങ്ങളാണെങ്കിലും നമ്മുടെ ഭാര്യയാണെങ്കിലും കോവിഡ് വന്ന് ചെന്ന് കഴിഞ്ഞാൽ ആ കട്ടുമ്പോൾ കിടന്നോ, അവിടെ 2 ആൾ കിടക്കണ്ടോ, അതിന് നടുവിൽ നമ്മുടെ ഭാര്യയും, അല്ലെങ്കിൽ നമ്മുടെ പെങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ മകൾ. കോവിഡ് രോഗികളെ രോഗികളായിട്ടേ കാണുന്നുള്ളൂ. പെൺ രോഗിയും ആൺ രോഗിയായിട്ട് തന്നെ കാണുന്നില്ല. പെൺ വാർഡും ആൺ വാർഡും ഇതിന് സാധിക്കില്ല. അതുപോലെ ക്യൂ ആണ് അവിടെ ആൾക്കാരുടെ. അത്രയും ദാരുണമായിട്ടുള്ള അവസ്ഥയാണ് അവിടെ നിലനിൽക്കുന്നത്. ശ്മശാനങ്ങളിലൊക്കെ, ബോംബെയിലെ ശ്മശാനങ്ങളിൽ ക്യൂ ആണ് ശവത്തിൻ്റെ. വല്ലപ്പോഴും ദിവസം 2-3 മരണം നടക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ അതിൻ്റെ 10 ഇരട്ടി വയ്ക്കുകയാണ് അവിടെ മരണസംഖ്യ. കൊറോണ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ അടുത്ത ജനറൽ ഹോസ്പിറ്റലിൽ പോകുന്നു, അവിടെ ക്യൂ നിൽക്കണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ക്യൂ ആണ് അവിടെ. അത് കഴിഞ്ഞ് അവരെന്തെങ്കിലും പാരസിറ്റമോളോ മറ്റെന്തെങ്കിലും അതിൻ്റെ ഇപ്പോഴത്തെ ചില മരുന്നുകൾ, പ്രത്യേകിച്ച് മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാം, പനിക്കുള്ള മരുന്നുകൾ തരുന്നു, അത്രമാത്രം. എപ്പോഴും ചൂടുവെള്ളം കുടിക്കണമെന്ന് പറയും, തൊണ്ട വരണ്ട് പോരുന്നെന്ന് പറയും, വീടിനകത്ത് ക്വാറന്റൈൻ പോലെ അവിടെ കിടക്കണമെന്ന് പറയും. അതൊന്നും സാധിക്കില്ല. ഈ പാവപ്പെട്ട ഒറ്റ റൂം മാത്രമുള്ള പാവപ്പെട്ട വീട്ടിൽ കൊറോണ വന്നു കഴിഞ്ഞാൽ അയാളുടെ സാമൂഹിക അകലം എങ്ങനെ പാലിക്കും? ഇനി ക്വാറന്റൈൻ ഏർപ്പെടുത്തുകയാണെങ്കിൽ 1, 2, 3, 10, 100, 1000, 2000, 3000, 10000 ഒക്കെ ആവാം. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? 2,25,000 പരം ആളുകളാണ് ഒരു ദിവസം കൊറോണ വ്യാപനത്തിൻ്റെ പേരിൽ പുറത്തേക്ക് വരുന്നത്. ഏത് ക്വാറന്റൈനിലാണ് കൊണ്ട് പ്രാർത്ഥിക്കുക? ഏത് ഗവൺമെന്റിന് അത് കഴിയുക? പിന്നെ പണമുള്ള ആളുകൾ, അവര് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്ക് 15,000 മുതൽ 20,000 രൂപയാണ് വാങ്ങിക്കുന്നത്. കാരണം അവർക്ക് അവിടെ എക്യുപ്മെന്റ്സുകളുണ്ട്. അവർ ICUയിൽ കയറ്റുന്നു, രക്തപരിശോധന, ആ പരിശോധന, ഈ പരിശോധന, ഗംഭീരമായിട്ടുള്ള ഫുഡ്, AC റൂം, ഡോക്ടർമാർ വന്ന് പരിശോധിക്കുന്നു. അതും ഈ പറഞ്ഞോളം
ഒരു ചാക്കും കെട്ടുകൾ പോലെ പണ്ട് പ്രേതങ്ങളെ എങ്ങനെയാണ് കാണിച്ചിരുന്നത്. അങ്ങനത്തെ ഇതൊക്കെ ധരിച്ചിട്ട് വേണം വരാൻ. അതിനൊക്കെ ചിലവുണ്ട്. അവർക്ക് സ്പെഷ്യൽ അലവൻസ് കൊടുക്കണം. ഇത് ധരിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ കൊടും ചൂടാണ്. ഈ ഡ്രസ്സിനകത്ത് AC ഫിറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഇതെല്ലാം കൂടി വരുന്ന സമയത്ത് അവിടുത്തെ എല്ലാ ചെലവും കഴിഞ്ഞ് വരുമ്പോൾ 15,000 രൂപ കുറവാണ്. ആയതുകൊണ്ട് തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ 10 ദിവസം അവിടെ ക്വാറന്റൈൻ പോലെ 10 ദിവസം അവിടെ താമസിക്കേണ്ടി വരും. അങ്ങനെ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഒരാൾക്ക് വരുന്ന ചെലവ് 1,50,000 മുതൽ 2 ലക്ഷം വരെയാണ്. തിരിച്ചു വരുന്ന സമയത്ത് ഭാര്യയ്ക്ക് ഈ രോഗം, വീണ്ടും 2 ലക്ഷം രൂപ. ഇതൊരു സാധാരണക്കാരൻ എങ്ങനെയാണ് കഴിയുക? അവനവൻ്റെ ചുമയും അവനവൻ്റെ പനിയും അവനവൻ്റെ നെഞ്ചുവേദനയും തൊണ്ടവേദനയും ഒക്കെ കൂടി അവൻ കിടന്ന് നടക്കും. ഒരു സാധാരണ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് എനിക്ക് പനിയാണ്, ഞാൻ 14 days ഞാൻ റെസ്റ്റിൽ പോവുകയാണെന്ന് പറയാൻ പറ്റുമോ അവന്? അത് അവസാനത്തെ റെസ്റ്റായിരിക്കും. അവന് ജോലി ചെയ്യണം. അവൻ ജോലി ചെയ്യാൻ പുറത്തു വരുന്നു. ഇവിടെ ഒരു മാസ്ക് കിട്ടും, ഈ കെട്ടിയ മാസ്ക് തന്നെ കിട്ടും. ഏതായാലും ഒരു സത്യം അവശേഷിക്കുന്നുണ്ട്. കൊറോണ കൊണ്ടേ പോകൂ എന്നാണ് തോന്നുന്നത്. ഇത് സത്യമാണത്. ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ. കഴിയാവുന്ന ആളുകൾ അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവർക്ക് അനുകൂലമാണെങ്കിൽ സാമൂഹികമായിട്ടുള്ള അകലം സൂക്ഷിക്കുക. വിവാഹത്തിന് വിളിച്ചാൽ പോകാതിരിക്കുക, കത്തയക്കുക, അല്ലെങ്കിൽ വിളിച്ചു പറയുക, വാട്സപ്പിൽ മെസ്സേജ് കൊടുക്കുക, നിങ്ങളുടെ മകൾക്ക് എൻ്റെ എല്ലാ വിധത്തിലുള്ള ആശംസകളും, അവൾക്കുള്ള സമ്മാനം ഞങ്ങൾ അയക്കുന്നുണ്ട്. മരണച്ചടങ്ങുകളിലേക്ക് പോകാതിരിക്കുക. അതുപോലുള്ള മറ്റുള്ള എന്തെങ്കിലും ജനങ്ങൾ കൂടുന്ന ചടങ്ങുകൾ അവനവനായിട്ട് അവോയ്ഡ് ചെയ്യുക. വേറെ മാർഗങ്ങളില്ല. പൂരങ്ങളും ഉത്സവങ്ങളും ആചാരപ്രകാരം നടത്തുന്നു, അങ്ങനെ അതിനെ ഒതുക്കുന്നു, അടക്കുന്നു. ഇനി അതേ ചെയ്യാൻ കഴിയുള്ളൂ. നാട്ടുകാരെന്താ ചെയ്യേണ്ടത്? വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക. തൃശ്ശൂർ പൂരം വരാൻ പോവുകയാണ്. അതിനെക്കുറിച്ചുള്ള വിവാദങ്ങൾ നടക്കുകയാണ്. ആ റൗണ്ടിലേക്ക് 10-22 വഴികൾ, ഉപവഴികളുണ്ട്. അവിടെ മുഴുവൻ പോലീസിനെയും പട്ടാളത്തെയും കൊണ്ട് നിർത്തിയിട്ട് 16,000 പേരെ തേങ്ങാട്ടിൽ കയറ്റാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ എന്ത് സംഭവിച്ചു, ഇവിടെ എന്ത് സംഭവിച്ചു നമുക്കറിയേണ്ട ആവശ്യമില്ല. കേരളത്തിൽ എന്ത് സംഭവിച്ചു എന്നാണ് തൽക്കാലം നമ്മൾ നോക്കേണ്ടത്. തേക്കാട് മൈതാനിയിൽ ഒരു ദിവസം 16,000 പേരെ ഒറ്റയടിക്ക് കയറ്റിയിട്ട് നീ ഇവിടെ നിൽക്ക്, നീ അവിടെ നിൽക്ക്, നീ ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാറ്റി നിർത്താൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? പ്രാക്ടിക്കലാണോ? 16,000 പേര്, ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നതാണ്. 16,000 പേരാണെങ്കിൽ പോലും വരുത്തി വയ്ക്കുന്ന വലിയ അപകടമായിരിക്കും, ദാരുണമായിരിക്കും. എല്ലാ വിധത്തിലുള്ള പ്രിക്കോഷൻസും പാലിച്ചിട്ട് പോലും കൊറോണ അതിൻ്റെ തേരോട്ടം ഭീകരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിലാണ് കൊറോണയുടെ മുമ്പിൽ നമ്മൾ തലവെച്ച് കൊടുക്കുന്നത്. പൂരം നടത്തിക്കുക വഴി, ഉത്സവം നടത്തിപ്പ് വഴി. ഏതായാലും നമ്മുടെ പഴയ ലോകം, സർവതന്ത്ര സ്വാതന്ത്ര്യമുള്ള ലോകം, കുറേ കാലമായി ഹിമാലയം കണ്ടിട്ട് അടുത്ത ആഴ്ച ഹിമാലയത്തിലേക്ക് ഒന്ന് പോകാം എന്നൊരു ചാമ്യാർ വിചാരിച്ചാൽ, അഥവാ ഈ ചാമ്യാർ വിചാരിച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷത്തിൽ തലയ്ക്കകത്ത് വെടിപാട് വരും. എന്തോന്ന് ഹിമാലയം, നീ എങ്ങനെ പോകും? തീവണ്ടിയിലോ? തീവണ്ടിയില്ല. ഇനി ഫ്ലൈറ്റിലോ? പൈസയില്ല. ഇനി ഫ്ലൈറ്റിൽ അവിടുത്തെ ഹിമാലയത്തിൽ കയറി ചെന്ന ലോഡ്ജുണ്ടോ? ലോഡ്ജില്ല. ഹോട്ടലുണ്ടോ? ഹോട്ടലില്ല. ആരെങ്കിലും കണ്ടാൽ തിരിച്ചറിയോ? മുഖംമുടി ധരിച്ച് കിടക്കുകയാണ് അവിടെ. ഇനി ആരെങ്കിലും കാണുന്ന സമയത്ത് ഒരു സന്യാസി വേറെ സന്യാസിയെ കാണുമ്പോൾ ജയ റാംജി എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കാൻ പറ്റുമോ? അപ്പം പിന്നെ എന്തിനായി പോകുന്നത്? ആയതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഇന്ന് അടച്ചുപൂട്ടലിലാണ് വാസ്തവത്തിൽ. ലോക്ക്ഡൗൺ തന്നെ. ഏകാന്ത തടവ്, 5 പേര് കൂടിയിട്ടുള്ള ഏകാന്ത തടവ്. ഒരു ഫാമിലിയിൽ 5 പേരെന്ന് ആവറേജ് കണക്കൂട്ടിയോട്ട് പറയുകയാണ്. നമ്മളെയൊക്കെ അടച്ചുപൂട്ടി വെച്ചിരിക്കുകയാണ് കൊറോണ. പുറത്തു വന്നാൽ സ്വാഗതമേകിക്കൊണ്ട് കൊറോണ നമ്മളെ ഒന്ന് കെട്ടിപ്പിടിക്കും. അതുകൊണ്ട് ഒരേ ഒരു മാർഗം മാത്രമേ നമ്മൾ അവശേഷിക്കുന്നുള്ളൂ.
സാമൂഹികമായിട്ടുള്ള അകലം സൂക്ഷിക്കുക. രണ്ടാമത്, കൊറോണയെ പുറത്താക്കാൻ ഒരു കാര്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ, സാമൂഹികമായിട്ടുള്ള അകലം പാലിക്കുക. മൂന്നാമത് സാമൂഹികമായിട്ടുള്ള അകലം പാലിക്കുക. നാലാമതും അഞ്ചാമതും എല്ലാം അത് തന്നെ, സാമൂഹികമായിട്ടുള്ള അകലം പാലിക്കുക. കഴിയാവുന്നവർക്ക് അത് ചെയ്യാം. കഴിയാത്തവരുടെ കാര്യം അത് ദൈവം നോക്കിക്കൊള്ളും. അത്രേ പറയാൻ പറ്റുള്ളൂ. നമസ്കാരം. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതേ കഴിയും, അത് മാത്രമേ കഴിയുള്ളൂ. നമസ്കാരം.